ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിൻ്റെ മാത്സിലത്തെ 8ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്, ഫ്രാക്ഷൻസ്. നിങ്ങളെടുത്ത് പറയുകയാണ്, സപ്പോസ് നിങ്ങൾ വിചാരിക്കുക 4 കേക്ക് നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ 2 കുട്ടികളുണ്ട്, നിങ്ങളുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മിസ്സ് ആ 4 കേക്ക് നിങ്ങൾക്ക് 2 ആൾക്കും എങ്ങനെ തരും? 2 കേക്ക് ഒരാൾക്കും 2 കേക്ക് ഒരാൾക്കും. അപ്പോൾ 4 കേക്കായില്ലേ? സോ നമുക്ക് 4 കേക്ക് ആണെങ്കിൽ 2 എണ്ണം വീതം കൊടുക്കാം. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ഇറ്റ്സ് 2 കേക്ക്? അത് 2 കേക്ക് ആണെങ്കിലോ? നമ്മളടുത്ത് മിസ്സിൻ്റെ കയ്യിൽ 2 കേക്കേ ഉള്ളൂ, നിങ്ങൾ 2 കുട്ടികൾക്കും എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ 1 കേക്ക് ഒരാൾക്കും 1 കേക്ക് രണ്ടാമത്തെ കുട്ടിക്കും കൊടുക്കും. ഇനി നമ്മളടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ദർ ഈസ് ഓൺലി 1 കേക്ക്? ഒരു കേക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് നിങ്ങൾ 2 പേർക്ക് തരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ കേക്കിനെ പകുതിയായിട്ട് കട്ട് ചെയ്യും. അങ്ങനെ മുറിച്ചിട്ട് ഒരു പീസ് ഒരു കുട്ടിക്കും രണ്ടാമത്തെ പീസ് മറ്റേ കുട്ടിക്കും കൊടുക്കും. അങ്ങനെയല്ലേ നമ്മൾ ഷെയർ ചെയ്യുക? ഒരു കേക്കിനെ 2 പീസാക്കുന്നതിനാണ് നമ്മൾ ഫ്രാക്ഷനിൽ 1/2 എന്ന് പറയുക. അതായത് ഒരു കേക്കിനെ 2 കഷ്ണങ്ങളാക്കി 2 പാർട്ട് 2 ഭാഗങ്ങളാക്കി എന്ന് പറയും. ഹാഫ് ഓഫ് എ കേക്ക് എന്ന് പറയും. 1/2 എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം വരിക. വാട്ട് ഇഫ് 1 കേക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 പേഴ്സൺസ്? അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കുകയാണ്, ഒരു കേക്ക് ഉണ്ട്, നമ്മളത് 3 ആൾക്ക് കൊടുക്കണം. മിസ് എന്ത് ചെയ്യണം? 2 ആൾക്കല്ല, 3 ആൾക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു കേക്കിനെ 3 ഈക്വലായിട്ട്, ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾ തല്ല് കൂടില്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? അത് ഈക്വലാക്കി 3 പീസുകളാക്കിയിട്ട് മുറിക്കും. അതിന് നമ്മൾ ഫ്രാക്ഷനിൽ എന്ത് പറയും? 1/3. ഒരു കേക്കിനെ 3 പീസാക്കി 1/3 എന്നാണ് നമ്മൾ ഫ്രാക്ഷനിൽ പറയുക. വിചാരിക്കുക, എൻ്റെ കയ്യിൽ 2 കേക്ക് ഉണ്ട്, മിസ്സിന് നിങ്ങൾ 2 കുട്ടികൾക്ക് അത് ഈക്വലായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും വീതിച്ച് തരണം. അങ്ങനെയാണെങ്കിൽ ഈ 2 കേക്കിനെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക? നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും? കട്ട് 1 കേക്ക് ഇൻറ്റു 3 ഈക്വൽ പീസസ്. ആദ്യം ഒരു കേക്ക് എടുക്കുക, അതിനെ 3 ഈക്വലായിട്ട് മുറിക്കുക. എന്നിട്ട് ആൻഡ് ഗിവ് 1 പീസ് ടു ഈച്ച് പേഴ്സൺ. എന്നിട്ട് ഓരോ പീസും ഓരോ കുട്ടിക്ക് കൊടുക്കുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കേക്ക് എടുക്കുക, 3 ഈക്വൽ ആയിട്ടുള്ള പീസാക്കി നമ്മൾ കേക്കിനെ മുറിക്കുക. എന്നിട്ട് ഓരോന്നും ഓരോ കുട്ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഓരോ കുട്ടിക്ക് എത്ര പീസ് കിട്ടി? 2 പീസ് കിട്ടിയില്ലേ? ആദ്യത്തെ കേക്കിൽ നിന്ന് 1 പീസും രണ്ടാമത്തെ കേക്കിൽ നിന്ന് 1 പീസും. സോ നമുക്കിതിനെ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ നമ്മൾ കേക്കിനെ 3 പീസായിട്ടല്ലേ മുറിച്ചത്. സോ നമുക്ക് 2 പീസാണ് ഓരോ കുട്ടിക്കും കിട്ടിയത്. സോ നമുക്ക് 2/3 എന്ന് എഴുതാം. 3 പീസാക്കി മുറിച്ചപ്പോൾ 2 പീസ് കിട്ടി. നിങ്ങളടുത്ത് വേറൊരു ചോദ്യമുണ്ട്. നമ്മളടുത്ത് 2 മീറ്റർ നീളമുള്ള ഒരു റിബൺ ഉണ്ട്. 2 മീറ്ററാണ് നീളം വരുന്നത്. അത് നമ്മൾ എത്ര കുട്ടികൾക്ക് കൊടുക്കണം? 3 കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് അത് വീതിച്ച് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആ റിബൺ എടുത്ത് പകുതിയായിട്ട് മാർക്ക് ചെയ്യുക. അതായത് പകുതി എന്ന് പറയുമ്പം 2ൻ്റെ പകുതി 1 അല്ലേ? 1 മീറ്ററിന് അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, നടുവിൽ ഒരു വര വരച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ പകുതി ആക്കിങ്ങാണ്ട് ഹാഫ് ആക്കിയിട്ട് ഈ റിബണിനെ നമ്മൾ മാർക്ക് ചെയ്തു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഈ ഓരോ പകുതിയും ഇല്ലേ, അതായത് നമ്മൾ മാർക്ക് ചെയ്ത 1 മീറ്ററും രണ്ടാമത്തെ 1 മീറ്ററും എന്ത് ചെയ്യുക? 3 പാർട്ടാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, ആദ്യത്തെ 1 മീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ 3 പീസാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3. പിന്നെ രണ്ടാമത്തെ മീറ്ററിൽ നോക്കിക്കേ, 1 2 3 പീസാക്കിങ്ങാണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ഡിവൈഡ് വെച്ച് മാർക്ക് ചെയ്തത് എന്തായിട്ട് എടുക്കുക? 2 എണ്ണം വീതം എടുക്കുക. അതായത് ആദ്യത്തെ 2 ഭാഗം, പിന്നത്തെ 2 ഭാഗം, പിന്നത്തെ 2 ഭാഗം, അങ്ങനെ പേരാക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 3 പീസാക്കിയിട്ട് കിട്ടില്ലേ? 3 എണ്ണാക്കിയിട്ട് കിട്ടും. അതായത് 3 പേരാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ 2 എണ്ണം, രണ്ടാമത്തെ 2 എണ്ണം, മൂന്നാമത്തെ 2 എണ്ണം. പെയർ എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണത്തിന് പറയുന്നതാണ് പെയർ എന്ന് പറയുന്നത്. സോ ഇവിടെ 3 പേരാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് നമുക്ക് കിട്ടും. നമ്മളടുത്ത് ചോദിക്കുകയാണ്, ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഓരോ പീസിൻ്റെയും ലെങ്ത്ത് എത്രയാണെന്ന്. അതായത് ഇവിടെ ഈ ഓരോ പെയറിൻ്റെ പെയർ എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്ററിനെ നമ്മൾ 3 ആക്കി കട്ട് ചെയ്തതിൻ്റെ 2 ഭാഗങ്ങളല്ലേ?
അതായത് 1 മീറ്റർ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ട് മാർക്ക് ചെയ്തിരുന്നു. അതിൽ 2 ഭാഗമാണ് നമ്മളിവിടെ എടുത്തത്. സോ നമുക്കതിന് എന്ത് പറയാം? ഒന്നാമത്തേത് ഒരു 2/3 ആണ്. 3 പാർട്ടാക്കിയതിൽ 2 പാർട്ടാണ് നമ്മളെടുത്തത്. വീണ്ടും അടുത്തതും അങ്ങനെ തന്നെ 2/3 ആണ്. അടുത്തതും അങ്ങനെ തന്നെ 2/3 ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ചെയ്തത് മക്കളെ 1 മീറ്ററിനെ 3 ഭാഗമല്ലേ ആദ്യം ആക്കിയത്. അതിൽ 2 ഭാഗങ്ങളാണ് നമ്മളിവിടെ എടുത്ത് ഓരോ കുട്ടിക്കും കൊടുക്കുന്നത്. 2 ഭാഗം എടുത്തു, 2 ഭാഗം എടുത്തു, 2 ഭാഗം എടുത്തു. പറയാണ് നമ്മൾ 1നെ 3 ഭാഗങ്ങളാക്കി അതിൻ്റെ 2 ഭാഗങ്ങൾ എടുക്കുന്നതിന് 2/3 എന്നാണ് പറയുക. പിന്നെ 2 ഭാഗങ്ങൾ എടുത്തിട്ട് അതിനെ 3 പാർട്സ് ആക്കിയിട്ട് അതിൽ 1 എടുക്കുന്നതിനും നമ്മൾ 2/3 എന്നാണ് പറയുക. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാവും. ഇവിടെ ഇഫ് 3 cakes ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons, 4 ആൾക്കാരുണ്ട്, നമ്മളെ കയ്യിൽ 3 കേക്കാണുള്ളത്. ഇത് ഈക്വലായിട്ട് ഈ 3 കേക്ക് നമ്മൾ 4 ആൾക്കാർക്ക് കൊടുക്കണം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് കേക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് കിട്ടുന്ന കേക്ക് നമുക്ക് ഫ്രാക്ഷനിൽ എഴുതാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇവിടെ എത്ര കേക്ക്സ് ആണുള്ളത്? 3 കേക്ക്സ് അല്ലേ ഉള്ളത്? എന്താണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സാധനം അത് മുകളിൽ എഴുതാതെ ഇവിടെ കേക്കാണ്, 3 കേക്കാണ്. സോ നിങ്ങൾ 3 മുകളിൽ എഴുതുക. താഴെ നമ്മൾ എത്ര ആൾക്കാർക്കാണ് കൊടുക്കുന്നത്? 4 ആൾക്കാർക്കാണ്. സോ നമ്മൾ താഴെ 4 എഴുതി കൊടുക്കുക. നമ്മൾക്ക് 3/4 എന്നാണ് ഉത്തരം കിട്ടുക. അടുത്തത് ഇഫ് എ 3 meter ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പാർട്സ്, വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് എ പീസ് ഇൻ മീറ്റർ? അതായത് 3 മീറ്ററാണ് നമ്മുടെ റിബൺ വന്നിരിക്കുന്നത്. അത് 4 ഈക്വൽ പാർട്സ് ആക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പാർട്ടാക്കിയ ഓരോ പീസിൻ്റെയും ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് എന്താണ് ഇവിടെ സാധനം? നമ്മൾ മുറിക്കുന്ന സാധനം റിബൺ അല്ലേ? എത്ര മീറ്റർ റിബൺ ആണ്? 3. സോ നമ്മൾ 3 മുകളിൽ എഴുതി കൊടുക്കുക. ഇനി എത്ര ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, വീതിക്കുന്നത്? 4 ഈക്വൽ പാർട്സ് ആണ്. സോ അടിയിൽ 4 എഴുതി കൊടുക്കുക. ഉത്തരം 3/4 കിട്ടും. നമ്മളടുത്ത് പറയാണ് 3 liter ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons. 3 ലിറ്റർ പാല് 4 ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഹൗ മച്ച് മിൽക്ക് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര മിൽക്കാണ് കിട്ടുക എന്നാണ്. എന്താണ് ഇവിടെ കൊടുക്കുന്നത്? മിൽക്കാണ്. എത്ര മിൽക്കാണ്? 3 liter ആണ്. സോ നിങ്ങൾ 3 മുകളിൽ എഴുതുക. ഇനി എത്ര ആൾക്കാർക്കാണ് വീതിക്കുന്നത്? 4 ആൾക്കാർക്കാണ്. സോ നിങ്ങൾ അടിയിൽ 4 എഴുതുക. ഇതിൻ്റെ ഉത്തരം 3/4 എന്നാണ്. നമ്മളെ രണ്ടാമത്തെ ചോദ്യം ഇഫ് എ 2 meter ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. 2 മീറ്റർ ലോങ് റോപ്പ് ഉണ്ട്. റോപ്പ് എന്ന് പറഞ്ഞാൽ കയറ്. സോ നമ്മുടെ കയ്യിൽ 2 മീറ്റർ കയറുണ്ടെന്ന് വിചാരിക്കുക. കട്ട് ഇൻ ടു 5 ഈക്വൽ പാർട്സ്. അത് എത്ര ഈക്വൽ പാർട്സ് ആയിരിക്കണം? 5 കഷ്ണങ്ങളായിട്ട്, ഒരേ വലുപ്പമുള്ള 5 കഷ്ണങ്ങളായിട്ട് നിങ്ങളെ കയ്യിലുള്ള കയറ് നിങ്ങൾ മുറിക്കണം. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ മീറ്റർ? അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെയും ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. എന്ത് സാധനമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? കയറാണ്. എത്ര കയറാണ്? 2 മീറ്റർ ആണ്. സോ നിങ്ങൾ 2 മുകളിൽ എഴുതുക. ഇനി എത്ര പീസാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? എത്ര ഭാഗങ്ങളാക്കിയിട്ടാണ്? 5 ഭാഗങ്ങളാക്കിയിട്ടാണ്. സോ 5 അടിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് 2/5 എന്ന് കിട്ടും. ഉത്തരം എന്ന് പറയുന്നത് 2/5 മീറ്റർ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം 4 kilogram ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 packets ഓഫ് ദി സെയിം വെയ്റ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യം, എന്ത് സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്, എന്ത് സാധനമാണ് നമ്മൾ വീതിക്കുന്നത്? ഇവിടെ 4 കിലോ ഓഫ് ഷുഗറാണ് കൊടുക്കുന്നത്. ഇനി എത്ര പാക്കറ്റ്സ് ആക്കിയിട്ടാണ്? 5 പാക്കറ്റ്സ് ആക്കിയിട്ടാണ് വീതിച്ച് കൊടുക്കുന്നത്. സോ 5 എന്നുള്ളതും നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഉത്തരം കണ്ടുപിടിക്കാൻ എന്താണോ സാധനം, 4 kilogram ഓഫ് ഷുഗറാണ്. 4 മുകളിൽ എഴുതുക. ഇനി എത്ര ആയിട്ടാണ് വീതിക്കുന്നത്? 5 പാക്കറ്റാണ്. സോ 5 അടിയിൽ എഴുതുക. നമ്മുടെ ഉത്തരം വരിക 4/5 എന്നാണ്. മനസ്സിലായില്ലേ? സിമ്പിൾ ആണല്ലേ? ആദ്യം നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ മുകളിൽ നമ്മൾ എന്താണോ സാധനം, കേക്കാണെങ്കിൽ കേക്ക് എത്ര കേക്ക്, അല്ലെങ്കിൽ എത്ര മീറ്റർ കയറ്, പാലാണെങ്കിൽ എത്ര പാല്, അതാണ് നമ്മൾ മുകളിൽ എഴുതേണ്ടത്. എത്ര ആൾക്കാർക്കാണോ അല്ലെങ്കിൽ എത്ര ആയിട്ടാണ് വീതിക്കുന്നത് ആണ് നമ്മൾ അടിയിൽ എഴുതുക ഫ്രാക്ഷൻ എഴുതുമ്പോൾ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കിത് എളുപ്പമായിട്ട് എഴുതി തീർക്കാൻ പറ്റും. ഇനി അടുത്തത് ന്യൂ ഫ്രാക്ഷൻസ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക. We have seen that if 2 cakes are divided equally among 3 persons, each one would get 2/3 ഓഫ് ഇറ്റ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളെടുത്ത് 2 കേക്ക് ഉണ്ട്, അത് നമ്മൾ 3 ആൾക്കാർക്ക് കൊടുക്കുകയാണ്. എന്താ മക്കളെ ഫ്രാക്ഷൻ വരിക? എന്താണ് സാധനം? കേക്ക്. എത്ര കേക്ക്? 2. 2 മുകളിൽ എഴുതുക. എത്ര ആൾക്കാർക്കാണ് കൊടുക്കുന്നത്? 3 ആൾക്കാർക്കാണ്. സോ 3 താഴെ എഴുതുക. നമ്മുടെ ഫ്രാക്ഷൻ എന്ത് വരും? 2/3. അതാണ് 2/3 ഇവിടെ പറഞ്ഞത്. അടുത്ത് പറയാണ് 3 കേക്ക് നമ്മളിങ്ങനെ 2 ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ എന്താണ് ഇവിടുത്തെ സാധനം? 3 ആണ്. 3 മുകളിൽ എഴുതുക. എത്ര ആൾക്കാർക്കാണ് കൊടുക്കുന്നത്? 2 ആൾക്കാർക്കാണ്. സോ 2 അടിയിൽ എഴുതുക. 3/2 നമ്മൾക്ക് ഫ്രാക്ഷൻ കിട്ടും. ഇനി ഇങ്ങനെ എഴുതിയാൽ ശരിയാണ്. ഇതിൻ്റെ വേറൊരു മോഡൽ, അതായത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു മോഡലാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 3 കേക്ക് 2 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു കേക്ക് ഒരാൾക്കും ഒരു കേക്ക് ഒരാൾക്കും കൊടുക്കാം. 3 എണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത്. ഒരാൾക്കും കൊടുത്ത് ഒരാൾക്കും കൊടുത്ത്. പിന്നെ നമ്മളെടുത്ത് ബാക്കി വരുന്നത് ഒരു ഫുൾ കേക്കാണ്. അതിനെ നമുക്ക് നേരെ ഹാഫ് ആക്കിയിട്ട് പകുതി ഒരാൾക്കും പകുതി ഒരാൾക്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാക്കി കിട്ടി? ഒരാൾക്ക് 1.5 കിട്ടി, മറ്റേ ആൾക്കും 1.5 കിട്ടി. നമ്മളിങ്ങനെ ഈക്വലായിട്ട് കൊടുത്തതോ. അടുത്ത് പറയാണ് 3 മീറ്റർ റിബൺ ആണുള്ളത്, 2 ഈക്വൽ പാർട്സ് ആക്കിയെന്ന്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം? 3 മീറ്റർ റിബൺ ആണ്. 3 മുകളിൽ എഴുതുക. എത്ര ഈക്വൽ പാർട്സ് ആണ്? 2 ഈക്വൽ പാർട്സ് ആണ്. 2 അടിയിൽ എഴുതാം. പക്ഷെ ഇവിടെ വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. 3 മീറ്റർ എന്ന് പറയുന്നത് 2 മീറ്ററും പിന്നെ 1 മീറ്ററും ആണല്ലോ. അതുകൊണ്ട് 3 മീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഈ 2 മീറ്ററിൻ്റെ പകുതിയും 1 മീറ്ററിൻ്റെ പകുതിയാണ്. അതായത് 1.5 ആണ്, 1.5 ആണ്. 3 മീറ്ററിൻ്റെ പകുതി എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. 1.5 കൂട്ടിയാലല്ലേ 3? അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് ഇവിടെ നോക്കിക്കേ, വേറെ മോഡൽ നമുക്ക് ചിന്തിക്കാം എന്നാണ് പറയുന്നത്. 3 മീറ്റർ റിബൺ ഇവിടെ തന്ന് ഓരോ മീറ്റർ വീതം 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, ഈ 3 മീറ്റർ ഇങ്ങനെ ആക്കി ഡിവൈഡ് ചെയ്തല്ലോ. അതിൽ നടുവിലത്തെ 1 മീറ്ററിൻ്റെ നേരെ പകുതിയാക്കി, ഹാഫാക്കി. സോ ഇവിടെ എന്തായി? 1 മീറ്ററും 1 ഹാഫും ഉണ്ട്, പിന്നെ 1 ഹാഫും ഉണ്ട്, 1 മീറ്ററുണ്ട്. അതായത് 3നെ 2 ഈക്വൽ പാർട്ടാക്കിയാൽ അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1/2 ആണല്ലോ. ഒരാൾക്ക് കിട്ടുക 1.5 1.5 ആണ്. തൊട്ട് മുമ്പേ ഉള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 മീറ്റർ റിബൺ 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ 2/3 ആണ്. എന്താണ് സാധനം? 2 മീറ്റർ റിബൺ ആണ്. എത്രയാണ് ഈക്വൽ പാർട്സ്? 3 ആണ്. സോ 2/3 നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞതാണ്. ഇനി ഇവിടെ പറയുകയാണ് നമുക്ക് 1.5നെ നമുക്ക് 3/2 എന്ന് പറയാമെന്ന്. അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. കാരണം 3 മീറ്റർ റിബൺ ആണ്. 3 മുകളിൽ എഴുതി, 2 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത്, 2 അടിയിൽ എഴുതി. സോ ഇവിടെ പറയാണ് 3/2 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അടുത്തിവിടെ വേറൊരു ചോദ്യം തന്നിട്ടുണ്ട്. 9 ലിറ്റർ ഓഫ് മിൽക്കാണ്. എന്താണ് അത്? ആദ്യം തന്നെ നിങ്ങൾ ചോദ്യം കാണുമ്പോൾ ഇത് അപ്പോൾ തന്നെ അടിവരട്ട് വെക്കുക. 9 ലിറ്റർ ഓഫ് മിൽക്കാണ്. ഡിവൈഡഡ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വീതിക്കുന്നുണ്ട്. എമംഗ് 4 കിഡ്സ്, അതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 4 കുട്ടികൾക്കാണ് അവർ വീതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റേഴ്സ്? ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചത്. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ എത്ര ലിറ്റർ ഓഫ് മിൽക്കാണ്? 9 എന്ന് മുകളിൽ എഴുതുക. എത്ര കുട്ടികൾക്കാണ്? 4 അടിയിൽ എഴുതുക. 9/4 എന്ന് എഴുതിയാൽ ശരിയാണ്. നമ്മൾ 2 ലിറ്ററാണ് ഓരോരുത്തർക്ക് കൊടുക്കണമെങ്കിൽ അവിടെ 1 ലിറ്ററാണ് ബാക്കിയാകുക. അതായത് 4 കുട്ടികളല്ലേ, 4 ആൾക്ക് 2 ലിറ്റർ കൊടുക്കുമ്പോൾ 4 × 2 8 ആണ്. 8 ലിറ്റർ പാലായി. അതായത് ഒന്നാമത്തെ കുട്ടിക്ക് 2 ലിറ്റർ, രണ്ടാമത്തെ കുട്ടിക്ക് 2 ലിറ്റർ, മൂന്നാമത്തെ കുട്ടിക്ക് 2 ലിറ്റർ, നാലാമത്തെ കുട്ടിക്ക് 2 ലിറ്റർ. അങ്ങനെ 4 പ്രാവശ്യം 2 8 ലിറ്ററായി. ബാക്കി എത്ര വരും? 9 ലിറ്റർ ആവാൻ 1 ലിറ്ററാണ് അവിടെ ബാക്കിയുള്ളത്.
ഈ 1 ലിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/4 എന്ന് കിട്ടി. സോ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ എത്രയാണ്, ആദ്യം നമ്മൾ കൊടുത്ത 2 ലിറ്ററും പിന്നെ ഇപ്പോഴത്തെ 1/4 ലിറ്ററും, ടോട്ടൽ 1/4 ലിറ്ററിന് വരും. ഈ ഉത്തരവും ശരിയാണ്. അതാ ഇവിടെ താഴെ എഴുതി കാണിച്ച് നോക്കിക്കേ. നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ടുപിടിച്ച ഉത്തരം 9/4 ആയിരുന്നു. 9/4 എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു 2 1/4 രണ്ടും ഈക്വൽ ആണ്. ഈ 2 രീതിയിലും ഉത്തരം എഴുതാൻ നിങ്ങൾ പഠിക്കണം. സിമ്പിൾ ആണല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ഇഫ് എൻ 8 മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻടു 5 ഈക്വൽ പാർട്സ്. 8 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് ഉണ്ട്, അത് 5 ഈക്വൽ പാർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുക? ഒരു ഫ്രാക്ഷൻ നമുക്ക് ഇപ്പം തന്നെ കിട്ടി. എത്രയാണ്? 8 മീറ്റർ ആണ്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 5 ഈക്വൽ പാർട്സ് ആണ്. കാണുമ്പോൾ തന്നെ ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി എന്താണ് സാധനം? 8 മീറ്റർ ലോങ് സ്ട്രിങ് ആണ്. 8 എന്ന് മുകളിൽ എഴുതുക. എത്ര ഈക്വൽ പാർട്സ് ആണ്? 5 ആണ്. 5 എന്ന് അടിയിൽ എഴുതുക. 8/5 എന്ന് നമുക്ക് ഒരു ഫ്രാക്ഷൻ ഒരു രീതിയിൽ ഉത്തരം കിട്ടി. 8/5 എങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നമുക്കത് നോക്കാം. ആദ്യം നിങ്ങൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 8/5 എന്ന് എഴുതുക. എന്നിട്ട് 8ൽ എത്ര 5 ഉണ്ട്? 1 ആണ്. 1 5 5. ബാലൻസ് നിങ്ങൾക്ക് 3 ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ഫ്രാക്ഷനിലേക്ക് എഴുതാൻ മുകളിൽ കിട്ടിയിട്ടുള്ള ഈ 1 ഇല്ലേ, അതാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ 3 എന്ന് എഴുതുക. എന്നിട്ട് /5 എന്ന് എഴുതുക. സോ നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. 8/5 എന്ന് പറഞ്ഞാൽ 1 3/5 ഈക്വലാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 ലിറ്റർ ഓഫ് കെറോസിൻ ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 4 ക്യാൻസ്. എന്താണ് 15 ലിറ്റർ? അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 15 ലിറ്റർ മണ്ണെണ്ണയാണ് 4 ക്യാൻസിലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹൗ മച്ച് ഡസ് ഈച്ച് ക്യാൻ കണ്ടെയ്ൻ ഇൻ ലിറ്റേഴ്സ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അതിന് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 15 ലിറ്റർ കെറോസിൻ ആണ്. ആദ്യം എന്താണ് സാധനം? കെറോസിൻ. അത് 15 ലിറ്റർ ആണ്. സോ 15 മുകളിൽ എഴുതുക. എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 എന്ന് അടിയിൽ എഴുതുക. 15/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 15/4 നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നമ്മൾ ഡിവിഷനിൽ എഴുതുമ്പോൾ 15/4 എന്ന് നമ്മൾ എഴുതുക. 15 പുറത്ത് 4 എന്നും എഴുതുക. ഇനി 15ൽ എത്ര 4 ഉണ്ട്? 3 4 ആണുള്ളത്. 3 4 12 ആണ്. 15ൽ നിന്ന് 12 കുറച്ചാൽ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിനെ ഫ്രാക്ഷനിലേക്ക് എഴുതാം. ഈ മുകളിലുള്ള 3 ആണ് ആദ്യം പുറത്ത് എഴുതേണ്ടത്. എന്നിട്ട് താഴെയുള്ള 3 എഴുതിയിട്ട് വരട്ടിട്ട് 4 എന്ന് എഴുതുക. 3 3/4 എന്നാണ് ഉത്തരം. 15/4 എന്ന് പറഞ്ഞാൽ 3/4 ഈക്വൽ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കുക. ഇഫ് 25 kilogram of sugar is divided equally among 8 persons. 25 കിലോഗ്രാം ഷുഗർ ആണ്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ. പിന്നെ 8 ആൾക്കാർക്കാണ് വീതിക്കുന്നത്. 8 എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫ്രാക്ഷൻ എഴുതാൻ എളുപ്പമാണല്ലോ. എന്താണ് സാധനം? ഇവിടെ ഷുഗർ ആണ്. എത്രയാണ്? 15 ആണ്. 15 എന്ന് മുകളിൽ എഴുതുക. എത്ര ആൾക്കാർക്കാണ്? 8 ആൾക്കാർക്കാണ്. അടിയിൽ 8 എന്ന് എഴുതുക. 15/8 എന്ന് നമുക്കിടെ ഫ്രാക്ഷൻ കിട്ടും. എത്രയാണ് ഒരാൾക്ക് കിട്ടുക? 15/8. ഇതിനെ നമുക്ക് ഇനി വേറൊരു രീതിയിൽ എഴുതാൻ എളുപ്പമല്ലേ? അത് എഴുതാൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്ത് നോക്കണം. 25/8 ചെയ്ത് നോക്കാം. 25 എഴുതി ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതുക. 25ൽ 3 8 ആണുള്ളത്. 3 8 24 ആണ്. ബാലൻസ് നമുക്ക് 1 കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഫ്രാക്ഷനിലേക്ക് എഴുതാം. മുകളിൽ കിട്ടിയിട്ടുള്ള നമ്പറാണ് പുറത്ത് എഴുതേണ്ടത് 3. പിന്നെ 1 എഴുതുക ബൈ 8. 3 1/8 എന്നാണ് നമുക്ക് കിട്ടിയ ഉത്തരം. സോ 25/8 എന്ന് പറഞ്ഞാലും 3 1/8 എന്ന് പറഞ്ഞാലും രണ്ടും ഉത്തരം സെയിം ആണ്. ഓക്കെ.
ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം, ഫ്രാക്ഷൻസ് ആൻഡ് ഡിവിഷൻസ്. ഇഫ് 6 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 പേഴ്സൺസ്. 6 ലിറ്റർ മിൽക്ക് ഉണ്ട്, അത് 3 ആൾക്കാർക്ക് കൊടുത്ത് ഹൗ മച്ച് വുഡ് ഈറ്റ് ഗെറ്റ്, എത്രയാണ് ഓരോരുത്തർക്കും കിട്ടുക? 6/3 ആണല്ലേ. 6 ലിറ്റർ ഓഫ് മിൽക്കാണ്, 3 ആൾക്കാർക്കാണ്. സോ 6/3 ഡിവൈഡ് ചെയ്ത് എഴുതാം എന്നാണ് പറഞ്ഞത്. അതായത് 6/3 ഈസിക്കൽ എത്രയാണ്? 6 എത്ര 3 ഉണ്ട്? 2 അല്ലേ. ഉത്തരം 2. ഓരോരുത്തർക്കും 2 ലിറ്റർ പാലാണ് കിട്ടുക. ഇനി നമ്മളടുത്ത് പറയുകയാണ് ഈ 2 ലിറ്ററാണ് 3 ആൾക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ, 6 ലിറ്റർ ഉള്ളിടത്ത് 2 ലിറ്ററാണ് 3 ആൾക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാ ഫ്രാക്ഷൻ വരിക? 2 ലിറ്റർ പാലല്ലേ 2 എന്ന് എഴുതുക, ബൈ എത്ര ആൾക്കാർക്കാണ്? 3 ആണ്, അടിയിൽ 3 എന്ന് വരും. സോ നമ്മുടെ ഫ്രാക്ഷൻ 2/3 എന്നാണ് വരിക. ഇവിടെ പറയാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഫ്രാക്ഷൻ ഒക്കെ നമുക്ക് ഡിവൈഡ് പോലെ എഴുതാം എന്നാണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? 3 മീറ്റർ ലോങ് റിബൺ 4 ഈക്വൽ പീസാക്കാണ്. 3 മീറ്റർ റിബണാണ് 4 പീസാണ് ആക്കുന്നത്. എത്ര കിട്ടും? 3 മീറ്റർ ആണ് റിബൺ, 3 എഴുതുക, 4 പീസാണ്, അടിയിൽ 4 എന്നാക്കുക. 3/4 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ വരിക. ഇതും നമുക്ക് ഡിവിഷൻ പോലെ എഴുതാം, 3/4 എന്ന് എഴുതാമെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മളെടുത്ത് പറയാണ് ഡിവിഷനും ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം എന്നാണ്. എക്സാമ്പിളായിട്ട് പറയാണ്, നമ്മൾ 6 കേക്കിനെ 2 കുട്ടികൾക്ക് കൊടുക്കുകയാണ്. എത്രയാണ് ഓരോ കുട്ടികൾക്കും കിട്ടുക? 6 കേക്ക് ഉണ്ട്, 2 കുട്ടികൾക്കാണ് കൊടുക്കുക. 6/2 നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടിയിട്ടില്ലേ? നമുക്ക് ഈ 6/2 നമുക്ക് എങ്ങനെ എഴുതാം? 6/2 എന്ന് ഫ്രാക്ഷൻ രൂപത്തിലും എഴുതാമല്ലോ. സോ 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി നമ്മളെടുത്ത് പറയാണ് ഇഫ് 7 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 2 കിഡ്സ്. 7 ലിറ്റർ പാലാണ് 2 കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുക? ഫ്രാക്ഷൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ കിട്ടണം. 7 ലിറ്റർ ആണ് പാല്, 2 കുട്ടികൾക്കാണ്. 7/2 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ വരിക. ഇനി ഇത് ഡിവിഷൻ രൂപത്തിലും എങ്ങനെ വരും? 7/2 എന്ന് എഴുതുക. നമുക്ക് എയെ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. A/2 നമുക്ക് എയിൽ 3 2 ആണുള്ളത്. സോ നമ്മൾ 3 എന്ന് എഴുതുക, 3 2 6 ആണ്. ബാലൻസ് ആയിട്ട് നമുക്ക് 1 കിട്ടും. കിട്ടി. ഇവിടെ ഉത്തരത്തിലുള്ള 3 ആണ് മക്കളെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞ ആള്. അടിയിലുള്ള 1 റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. സോ അത് മനസ്സിലാക്കുക, കോഷ്യൻ്റെ മുകളിലുള്ളതാണ്, റിമൈൻഡർ അടിയിലുള്ളതാണ്. ഇനി നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ ആദ്യം നമ്മുടെ കോഷ്യൻ്റ് എഴുതുക. കോഷ്യൻ്റ് എത്രയാണ്? 3. എന്നിട്ട് റിമൈൻഡർ എഴുതുക 1. എന്നിട്ട് നമ്മുടെ 2 എഴുതുക 1/2. ഇവിടെ ഫ്രാക്ഷൻ വരിക 3 1/2 എന്നാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നോക്കിക്കേ, 7/2 ഗിവ്സ് കോഷ്യൻ്റ് 3. നമ്മൾ പറഞ്ഞു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 3 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. ഇൻ അവർ പ്രോബ്ലം റിലേറ്റഡ് ടു മിൽക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ദ 1 ലിറ്റർ ലെഫ്റ്റ് ക്യാൻ ആൾസോ ബി ഷെയർഡ് ബൈ ഗിവിങ് 1/2 ലിറ്റർ ടു ഈച്ച്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു 1 ലിറ്ററാണ് ബാലൻസ് വന്നത് എന്ന്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തർക്ക് പകുതി വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദസ് ഈച്ച് ഗെറ്റ്സ് 3 ലിറ്റർ ആൻഡ് 1/2 ലിറ്റർ. അതായത് ഓരോരുത്തർക്ക് 3 ലിറ്ററും പിന്നെ ഒരു ഹാഫും കിട്ടും അല്ലേ? അതായത് 3 1/2 എന്നാണ് ഒരാൾക്ക് കിട്ടുക. 7 ലിറ്റർ പാല് 2 ആയിട്ട് വീതിക്കുമ്പോൾ 2 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് 3.5 ലിറ്ററും മറ്റേ ആൾക്ക് 3.5 ലിറ്ററും കിട്ടും. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 7/2 എന്ന് എഴുതാമല്ലോ. 7/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 1/2 ആണ്. നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ വേറൊരു ചോദ്യമാണ്, ഇഫ് 7 പെൻ ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ 2 പേഴ്സൺ. 7 പെന്ന് 2 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിലോ? പെന്നുണ്ട് 2 ആൾക്കാർക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് 3 കൊടുക്കുക, ഒരാൾക്ക് 3 കൊടുക്കുക, അപ്പോൾ 6 ആയി. ഒരു പെന്ന് ബാക്കിയാണ്. പെന്നിനെ നമുക്ക് മുറിക്കാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് എന്തേ ഇവിടെ പറയാൻ പറ്റുള്ളൂ? ഓരോരുത്തർക്ക് 3 പെന്നാണ് കിട്ടുക, ഒരാൾക്ക് 3 പെന്നാണ് കിട്ടുക, ഒരു പെന്ന് ബാലൻസ് ഉണ്ടാവും എന്ന് പറയണം ഇവിടെ. ഓക്കെ, കാരണം പാല് നമുക്ക് പകുതിയാക്കാൻ പറ്റും,
കേക്ക് പകുതിയാക്കാൻ പറ്റും, പെണ്ണ് പകുതിയാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഒന്ന് ബാക്കിയാണെന്നാണ് ഇവിടെ പറയുക. ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ചോദ്യം തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാഠം മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചു എന്നാണ് അർത്ഥം. സോ നമ്മുടെ ചോദ്യം, ഇഫ് 10 കേക്ക്സ് ആർ ഡിവൈഡഡ് ടു 3, 10 കേക്കുകളുണ്ട്, 3 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത്, ഹൗ മച്ച് വിൽ ഈച്ച് വൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചത്. 10 കേക്ക് ഉണ്ട്, 3 ആൾക്കാർക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 2 1/3, ബി 1/3, ഓപ്ഷൻ സി 3 2/3. സോ നിങ്ങൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കമൻ്റ് ആക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കി തരിക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.